ഒരു സംശയം കൂടെ വരും. വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ഗിയർ മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ടോ? ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്? അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇടാൻ നോക്കിയിട്ട് ഒറ്റ രക്ഷയില്ല, ഭയങ്കര ടൈറ്റ്, വലിച്ചൊക്കെ ഇടേണ്ടി വരുന്ന അവസ്ഥ. അതായത് ഇപ്പം വാഹനം ഓഫാണ്, കണ്ടോ, വാഹനം ഓഫാണ്. നമ്മളിപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയി, എല്ലാ ഗിയേഴ്സും വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും സ്മൂത്തായിട്ട് വീഴും. ഇനി ക്ലച്ച് അപ്ലൈ ചെയ്തില്ല, വാഹനം ഓഫ് ആണെങ്കിലും ഞാൻ സുഖമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു സംശയം കൂടെ വരും. വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ഗിയർ മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അത് ആരും പേടിക്കേണ്ട. വാഹനത്തിൽ ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറുകയാണെന്നുണ്ടെങ്കിൽ അത് വാഹനം ഓഫ് കണ്ടീഷനിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പല്ലൊരെന്ന് വെച്ചാൽ കേൾക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഗിയർ ബോക്സിനകത്തുള്ള ടീത്തിനും കാര്യങ്ങളെല്ലാം പ്രശ്നം വരും. മുമ്പോട്ട് ഗിയർ ബോക്സിന് കംപ്ലൈന്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ആരും വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറരുത്. ഓക്കെ, ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം. നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗിയർ മാറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇട്ടു, അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ നോക്കണ്ട, അത് കുറച്ച് പ്രശ്നക്കാരാണ്, അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടിട്ട് ഫസ്റ്റ് ഗിയർ വീഴുന്നില്ല, വലിച്ച് അങ്ങോട്ട് ഇടേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് എങ്ങനെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും? വളരെ സിമ്പിളാണ്, വേറൊന്നുമല്ല. നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഞാൻ ഈ കാണിച്ചതുപോലെ ഓഫ് കണ്ടീഷനിൽ, അതായത് ഇങ്ങനെ ഒരു ഓഫ് കണ്ടീഷനിൽ നമ്മൾ വാഹനത്തിൻ്റെ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സാധാരണ നമ്മുടെ നോർമൽ പാറ്റേൺ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എല്ലാ ഗിയേഴ്സും സ്മൂത്തായിട്ട് വീഴുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കാം. ഓക്കെ, ഇങ്ങനെ സ്മൂത്തായിട്ട് വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഗിയേഴ്സ് എല്ലാം വീഴുന്നുണ്ട്. ഗിയർ ബോക്സിന് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ നമുക്ക് 100% വിശ്വസിക്കാൻ സാധിക്കും. ഇത് ഉറപ്പല്ല ഞാൻ പറഞ്ഞ, അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് അടുത്ത് നോക്കേണ്ട കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ മാറാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ഡിസെൻഗേജ് ആകുന്നില്ല, അതായത് ക്ലച്ച് ഫുള്ളായിട്ട് ഡിസെൻഗേജ് ആകുന്നില്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതിനും വഴിയുണ്ട്. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ചവിട്ടുക, റിവേഴ്സ് ഇടുക. റിവേഴ്സ് വീഴാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റിലോട്ടൊന്ന് ഇട്ടേച്ചും, അതായത് ഇച്ചിരി വലിച്ചാണെങ്കിലും വലിച്ചിട്ടേച്ചും ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് വീഴും. റിവേഴ്സ് വീഴുമ്പോൾ പല്ലൊരയുന്നത് പോലത്തെ ഒരു ശബ്ദം, അല്ലെങ്കിൽ ഒരു പല്ലൊരഞ്ഞ് വീഴുന്ന ഒരു സൗണ്ട് നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ക്ലച്ചിന് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം ക്ലച്ചിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഗിയർ വീഴത്തില്ല, അല്ലെങ്കിൽ ഗിയർ വീഴാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ക്ലച്ചിന് ഏതൊക്കെ പോർഷൻസിന് കംപ്ലൈൻറ്റ് വന്നാൽ ഈ ഒരു പ്രോബ്ലം കാണിക്കും? വേറെ ഒന്നുമല്ല, ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റോ ക്ലച്ച് ഡിസ്കോ ഇതിന് രണ്ടിനും കംപ്ലൈൻറ്റ് വന്നാൽ, പിന്നെ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളൊരു മെയിൻ കാര്യമാണ് പൈലറ്റ് ബെയറിംഗ്. പൈലറ്റ് ബെയറിംഗ് എവിടെ വരുന്നത്? നമ്മുടെ വാഹനത്തിൻ്റെ ഫ്ലൈ വീൽ, അതായത് ക്ലച്ച് വന്ന് പിടിച്ചിരിക്കുന്നത് ഫ്ലൈ വീലിലാണ്. ഈ ഫ്ലൈ വീലിൻ്റെ നടുക്കൊരു ബെയറിംഗ് വരുന്നുണ്ട്. ആ ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിന് പ്രശ്നം വരും. അതായത് ഗിയർ വീഴാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ വീഴാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, ക്ലച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം തന്നെ ആയിരിക്കും. ഒരു 90% ക്ലച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമേ വരത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ കൊണ്ടുപോയി നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് മാറിവിടുക.